നല്ല എരിവും പുളിയും ഒക്കെയുള്ള മീൻ മുളകിട്ടത് എന്നും മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പി കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. മീൻ മുളകിട്ടത് നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം. ഇന്ന് ഞാൻ ചെയ്യുന്നത് അയല വെച്ചിട്ടാണ്. രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എണ്ണ വെളിച്ചെണ്ണ ചൂടാക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇടാം. ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി വളരെ കുറച്ച് ഉലുവ കുറച്ചേ ഇടുന്നുള്ളൂ, കാരണം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഉലുവയുടെ പൊടി ചേർക്കുന്നുണ്ട്. കടുകും ഉലുവായും പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ചുമന്നുള്ളി, ഞാനൊരു 8 ചുമന്നുള്ളി അരിഞ്ഞതാണ്. അതിനൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ അരിഞ്ഞ വെളുത്തുള്ളി, ഏകദേശം 8 അല്ലി ഉണ്ടാവും. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 1 ടേബിൾ സ്പൂൺ സ്ലൈസ് ചെയ്തത്, എല്ലാം നീളത്തിൽ അരിഞ്ഞാണ്. ഇത് ചേർത്തൊന്ന് വഴറ്റുക. ഇതിലേക്ക് ഒരു പച്ചമുളക്. ചില സ്ഥലങ്ങളിലൊക്കെ പച്ചമുളക് ഇടാറില്ല. പച്ചമുളക് കൂടി ഇട്ട് നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ മൂപ്പിച്ചെടുക്കാം. ഇപ്പം ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 2-3 കറിവേപ്പിലയും കൂടെ ചേർക്കാം. കൂടാതെ പൊടികളെല്ലാം ചേർക്കാനായിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന കാശ്മീരി ചില്ലി പൗഡറാണ്. ഒരു 2.5 ടേബിൾ സ്പൂൺ ചേർക്കുകയാണ്. അയല ആകുമ്പോൾ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കും. അയല വേവിക്കുമ്പോൾ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് ഉലുവാപ്പൊടി. ശേഷം നന്നായിട്ട് മസാല ഒന്ന് മൂപ്പിക്കുക. ഇത് കരിഞ്ഞു പോകരുത്, നന്നായിട്ടൊന്ന് ഇളക്കുക. എപ്പോഴും മീൻ വേവിക്കുമ്പം ആദ്യം തന്നെ നമ്മൾ പുളിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കണം. ഞാൻ ഇവിടെ ഓൾറെഡി അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കഷ്ണം പുളി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ല കൊഴുപ്പ് കിട്ടും, നല്ല നിറം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നത്. സാധാരണ മുളക് പൊടി ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പകുതി ഉപയോഗിച്ചാൽ മതിയാവും. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. 1/2 പോരാ, ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം, എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച്. ഞാനിപ്പോൾ ഒരു 1.25 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. നന്നായിട്ട് തിളയ്ക്കണം. ആ സമയം കൊണ്ട് നമുക്ക് പുളിയും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. അതേപോലെ 2 കഷ്ണം പുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. അതൊന്ന് കീറിയ ശേഷം ഇതിനകത്തേക്ക് ഇടാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. പുളിയൊക്കെ ഇട്ട് നന്നായിട്ട് തിളച്ചു. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പൊക്കെ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. ചേർത്ത ശേഷം നമുക്കിതിനകത്തേക്ക് മീനിടാം. ഞാൻ ഉപയോഗിക്കുന്ന അയലയാണ്, ചെറിയ സൈസ് അയലയാണ്. ഇതൊരു 280 ഗ്രാംസേ ഉള്ളൂ, ഏകദേശം 8 ചെറിയ അയല. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടും. അപ്പോൾ അയലയിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി, വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്കിത് അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മീൻ വലിയ വേവില്ല, ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യായിരുന്നു. എപ്പോഴും മീൻ ഇട്ട ശേഷം നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കാതിരിക്കാം, മീൻ പൊടിഞ്ഞു പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഒന്ന് ചുറ്റിച്ചു കൊടുക്കും. അപ്പോൾ ആവശ്യത്തിന് തിക്കായി, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു. മീൻ കറി റെഡിയാണ്.
നല്ല എരിവും പുളിയും ഒക്കെയുള്ള നല്ല അയല മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്തത്. ചില സ്ഥലങ്ങളിലൊക്കെ അയല വേവിച്ചതെന്നും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അയല ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി ഇട്ടത്. അപ്പോൾ നല്ലൊരു കൊഴുപ്പും ഒക്കെ കിട്ടാനായിട്ടാണ് ചേർത്തത്. കുറച്ച് ദിവസമൊക്കെ വെക്കാനായിട്ടാണെങ്കിൽ മല്ലിപ്പൊടി ഇടാതെ വെച്ച് കഴിഞ്ഞാൽ ഇരിക്കത്തുള്ളൂ, ഷെൽഫ് ലൈഫ് ഉണ്ടാകത്തുള്ളൂ. 2-3 ദിവസമൊക്കെ വെച്ച് ഉപയോഗിക്കാനായിട്ടാണെങ്കിൽ. അപ്പോൾ എപ്പോഴും നമ്മളിത് വെച്ച ശേഷം ഒരു 6 മണിക്കൂറെങ്കിലും മിനിമം പുറത്തിരുന്ന് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുക. അപ്പോഴാണ് മോർ ടേസ്റ്റി. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ നമുക്ക് കപ്പ വേവിച്ചത് അല്ലെങ്കിൽ നല്ല ചൂട് ചോറ്, പുട്ട് ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈമാസ് കുക്കിംഗ് ക്ലാസ്.